മിസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നതേ ഒരു പ്രവർത്തനമായിട്ടാണ്. വിശകലന കുറിപ്പ്. നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോടാ, ഒരു പ്രവർത്തനമാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കാന്നുള്ളത്. അപ്പം ഒരു വിശകലന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യണ്ട നമ്മൾ. അപ്പം അവർക്കും കൂടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറയാം, യൂട്യൂബിൽ അതിരാ മിസ്സിൻ്റെ ഒരു കോണ്ടന്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടോ, എക്സാമിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് അയച്ചു കൊടുക്കുക. പിന്നെയോ നമ്മളെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ സ്പോട്ടിൽ ഇടുന്ന ആ സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ മിസ്സിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും മിസ്സിൻ്റെ വീഡിയോയുടെ ആ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം എന്തായാലും നമുക്ക് അധികം ഇങ്ങനെ ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ റെഡിയാണോ? യെസ്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെടാ? ഗദ്യഭാഗത്തെ ആശയം വിശകലനം ചെയ്യുക. എന്താണ് അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ അത് വിശകലനം ചെയ്യണം. അതാണ് നമ്മുടെ ഒന്നാമത്തേത് അതാണ്. പിന്നെ സ്വന്തം നിലപാടും നിരീക്ഷണങ്ങളും വ്യക്തമാക്കുക. എടാ, എല്ലാവർക്കും അവരുടേതായ നിലപാടുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരല്ലേ? അപ്പം നിങ്ങളുടെ നിലപാടുകളും നിരീക്ഷണങ്ങളും വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അനുയോജ്യമായ ഒരു ഘടന സ്വീകരിക്കുക. ഒരു അനുയോജ്യമായിട്ടുള്ളൊരു ഘടന സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പിന്നെ എന്താണ്? വാക്യത്തിന്റെ ഘടനയിൽ വ്യക്തത, ചിഹ്നം എന്നിവ കൃത്യമായി പാലിച്ചിട്ട് അക്ഷരത്തെറ്റില്ലാതെ വേണം എന്ത് തയ്യാറാക്കാന് വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. മിസ് തരുന്ന വാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും എക്സാം അടിച്ച് പൊളിച്ച് എഴുതുക. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോട്ടോ. അപ്പം എല്ലാവിധ ആശംസകളും നേരെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മിസ്സിൻ്റെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.